ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവല്യൂഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവല്യൂഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജി. ഈ നമ്മുടെ സൈക്കോളജിയുടെ ഇവല്യൂഷൻ എന്ന് പറയുന്നത് പല 4 സ്റ്റേജസ് ആണ്, ഇതിൽ 4 ഫേസസ് ആണ് ഇതിൽ പറയുന്നത്. വിത്ത് ദ പാസേജ് ഓഫ് ടൈം സൈക്കോളജി ഹാസ് അണ്ടർഗോൺ സെവറൽ ചേഞ്ചസ് ആസ് റിഗാർഡ് ടു ഇറ്റ്സ് മീനിങ്സ്. അല്ലെ, ഓരോ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൈക്കോളജിയുടെ മീനിങ്സിലാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 4 ഡിസ്റ്റിങ്ക്റ്റ് ഫേസസ് ക്യാൻ ബി സീൻ ഇൻ ദ ഇവല്യൂഷൻ ഓഫ് കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജി. അത് ഏതൊക്കെയാണ് ആ 4 ഡിസ്റ്റിങ്ക്റ്റ് ഫേസസ് എന്ന് പറഞ്ഞാൽ, ഇൻ ദിറ്റ്സ് ഫസ്റ്റ് ഫേസ് ഇറ്റ് വാസ് മീൻഡ് ആസ് ദ സയൻസ് ഓഫ് സോൾ. അല്ലെ, സൈക്കോളജിയുടെ ഫസ്റ്റ് ഫേസ് ആദ്യം പറഞ്ഞിരുന്ന എന്താണ്? സൈക്കോളജി എന്ന് പറയുന്നതാണ് സയൻസ് ഓഫ് സോൾ ആണെന്ന് പറഞ്ഞു. ഇൻ ദ സെക്കൻഡ് ഫേസ് ദ സയൻസ് ഓഫ് മൈൻഡ്. നെക്സ്റ്റ് സെക്കൻഡ് ഫേസിൽ പറയുന്നതാണ് ദ സയൻസ് ഓഫ് മൈൻഡ് ആണെന്ന് പറയുന്നുണ്ട്. തേർഡ് ഫേസിൽ പറയുന്നത് എന്താണ്? ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നു. ലാസ്റ്റ് ഫേസിൽ പറയുന്നതാണ് സയൻസ് ഓഫ് ബിഹേവിയർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം 4 ഫേസസ് ആണുള്ളത്. ദ സയൻസ് ഓഫ് സോൾ, the science of mind, the science of consciousness, and finally the science of behavior. ഇതിൽ ഓരോ ഫേസസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് സോൾ ആണ്. സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് സോൾ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി ആസ് എ സബ്ജക്ട് ഓഫ് സ്റ്റഡി ഡേറ്റ്സ് ബാക്ക് ടു ദ ഏൻഷ്യന്റ് ഗ്രീക്ക് ഹു സ്റ്റഡീഡ് സൈക്കോളജി ആസ് എ പാർട്ട് ഓഫ് മെന്റൽ ഫിസിയോളജി. ഇപ്പോൾ ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള ഡെമോക്രിറ്റസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ഇവരൊക്കെയാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ഓഫ് സോൾ ആണ് എന്നതിനെ കുറിച്ച് വാദിച്ചത്. അപ്പൊ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അക്കോർഡിംഗ് ടു ദം ദ ഫങ്ഷൻസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് വാസ് ടു സ്റ്റഡി ദ നേച്ചർ, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനി ഓഫ് ദ ഹ്യൂമൻ സോൾ. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ദ നേച്ചർ, ഒറിജിൻ ആൻഡ് എന്താണ്? ദ ഹ്യൂമൻ സോൾ, ഡെസ്റ്റിനി ഓഫ് ദ ഹ്യൂമൻ സോൾ. അല്ലെ, മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ദ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ഇൻ ടേംസ് ഓഫ് സോൾ ആണ്. അല്ലെ, ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ആത്മാവ് എന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഹവർ വാസ് റിജക്റ്റഡ് ബൈ ലേറ്റർ സൈക്കോളജിസ്റ്റ് ബിക്കോസ് ഓഫ് ദേ ഫെയിൽ ടു എസ്റ്റാബ്ലിഷ് ദ എക്സിസ്റ്റൻസ് ഓഫ് സോൾ ഡ്യൂ ടു ഇറ്റ്സ് മെറ്റാഫിസിക്കൽ നേച്ചർ. അല്ലെ, അപ്പോൾ ഈ സോൾ എന്ന് പറയുന്നതിന്റെ എക്സിസ്റ്റൻസ്, അതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ സൈക്കോളജിസ്റ്റിന് കഴിഞ്ഞില്ല. എന്താണ് കാരണം? അതിന്റെ ഒരു മെറ്റാഫിസിക്കൽ നേച്ചർ ആണ് അതിന് കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സൈക്കോളജി ആസ് എ സ്റ്റഡി സയൻസ് ഓഫ് സോൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫെയിലായി. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് സൈക്കോളജി സയൻസ് ഓഫ് മൈൻഡ് എന്നൊരു കോൺസെപ്റ്റ് ആണ് സെക്കൻഡ് ഫേസിൽ വരുന്നത്. ഇവിടെ പറയുന്നത് the scientific advancement in 18th and 19th century brought radical changes in the field of psychology. അപ്പം സൈക്കോളജിയിൽ ഒരു 18th അല്ലെങ്കിൽ 19th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് കുറെ കൂടി മാറ്റങ്ങൾ വന്നു. ഇതിലേക്ക് വരുന്നതാണ് വരുന്ന ആരൊക്കെയാണ്? ഡെസ്കാർട്ടസ്, കാന്റ്, ലോക്കി, ഹോബ്സ് ഇവരൊക്കെയാണ് ഈ ഒരു സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് മൈൻഡ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇവർ എന്താണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ട്രൈ ടു എക്സ്പ്ലെയിൻ സൈക്കിക് ഫിനോമിന ഇൻ ടേംസ് ഓഫ് മെന്റൽ ആക്ടിവിറ്റീസ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് സോൾ വിത്ത് മൈൻഡ്. അല്ലെ, സോളിന് പകരം മൈൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. ഇതിന് അവർ സൈക്കോളജി വാസ് കോൾഡ് സയൻസ് ഓഫ് മൈൻഡ്. ഇതിൽ അവർ പറഞ്ഞതാണ് സൈക്കോളജി എന്ന് പറയുന്നതാണ് സയൻസ് ഓഫ് മൈൻഡ് ആണെന്ന് പറഞ്ഞു. സയൻസ് ഓഫ് സോൾ എന്നത് മാറ്റി സയൻസ് ഓഫ് മൈൻഡ് ആക്കി. ഹൗവർ ദ നേച്ചർ ഓഫ് ദ മൈൻഡ് വാസ് ടേക്കൺ ഡിഫറെന്റ് വേസ് ബൈ ഡിഫറെന്റ് സൈക്കോളജിസ്റ്റ്. പക്ഷേ ഈ മൈൻഡിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? പലരും പല രീതിയിലാണ് അത് കൊണ്ടുവന്നത്. ആൻഡ് ദിസ് ലെഡ് ടു കൺഫ്യൂഷൻ ആൻഡ് ഹെൻസ് ദിസ് ഡെഫിനിഷൻ വാസ് ഓൾസോ റിജക്റ്റഡ്. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പലരും പല അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ് അത് നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് തേർഡ് ഫേസിലേക്ക് വരുന്നത്. തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ അവിടെ സോള് പോയി, മൈൻഡ് പോയി, ദെൻ വരുന്നത് എന്താണ്? കോൺഷ്യസ്നെസ് ആണ്. ഇതുമായി ഇത് 19th സെഞ്ചുറിയിലാണ് ഈ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ആരൊക്കെയാണ്? വില്യം ജെയിംസ്, വില്യം വൂണ്ട് എന്നിവരാണ് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. became aware of the importance of sensory experience in mental activities and defined psychology as a science of consciousness. അല്ലെ, സൈക്കോളജി എന്ന് പറയുന്നതാണ് ഒരു ബോധം, അല്ലെ, ഒരു ബോധമാണ്, ഒരു ബോധമണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻസറി എക്സ്പീരിയൻസ്, അല്ലെ, നമ്മൾ
നമ്മുടെ സെൻസേഷൻ കൊണ്ട്, നമ്മുടെ സെൻസറി എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന, നമ്മുടെ ബോധ മനസ്സിലേക്ക് നേടിയെടുക്കുന്ന കാര്യം. ദേ ഹെൽപ് ദാറ്റ് ദ ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നസ് ഈസ് ദ ടാസ്ക് ഓഫ് സൈക്കോളജി. ദിസ് ഡെഫിനിഷൻ വാസ് ഓൾസോ റിജക്റ്റഡ്. എന്തുകൊണ്ടാണ് ഈ ഡെഫിനിഷൻ, അതായത് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷനും എന്താണ് റിജക്റ്റ് ചെയ്തു. എന്താണ് കാരണം വെച്ചാൽ ദ ഡെഫിനിഷൻ വാസ് ഓൾസോ റിജക്റ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് കോൺഷ്യസ്നസ് കൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി ദ നെഗ്ലിജിബിൾ പോർഷൻ ഓഫ് അവർ ടോട്ടൽ പേഴ്സണാലിറ്റി. അതായത് എന്താണ് ബോധമണ്ഡലം എന്ന് പറയുന്നത് എന്താണ്, ഒരു ടോട്ടൽ പേഴ്സണാലിറ്റിയുടെ അല്ലെ ഒരു കുറച്ചു ഭാഗം, ഒരു നെഗ്ലിജിബിൾ പോർഷൻസ് മാത്രമാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ടേക്കിംഗ് അബൌട്ട് ദ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ഓഫ് ദ മൈൻഡ്. ഇതിൽ സബ് കോൺഷ്യസ് ആയിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിന്റെ ക്യാരക്ടേഴ്സ് ഇവിടെ പറയുന്നില്ല, ഇതിനെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കോൺഷ്യസ്നെസ് എന്നുള്ള ടേം കൊണ്ടുവന്ന് ആ ഒരു ഡെഫിനിഷൻ തന്നെ എന്ത് ചെയ്യാണ്, റിജക്റ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസ് 4 ആണ്, സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. ഇതിൽ ഈ ബിഹേവിയർ ഒരു ടേം കൊണ്ടുവരുന്നത് 20th സെഞ്ച്വറിയിലാണ്. സൈക്കോളജിസ്റ്റ് ആയിരിക്കാണ് വാട്സൺ, സ്കിന്നർ, ടോൾമാൻ എന്നിവരാണ് ഈ ഒരു സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇവര് എന്താണ്, ബിഹേവിയർ, അതായത് ഒബ്സർവബിൾ ആക്ഷൻസ്, ഒരു വ്യക്തിയുടെ, ഒരു പേഴ്സണിന്റെ നമുക്ക് കാണാൻ പറ്റുന്ന ആക്ഷൻസ് ആണ് ഈ ബിഹേവിയർ എന്നുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്ത എന്താണ്, ഒരു മാൻസ് ഒബ്സർവബിൾ ആക്ഷൻസ് അല്ലെങ്കിൽ ബിഹേവിയർ ഇൻ സൈക്കോളജിക്കൽ സ്റ്റഡീസ് ആൻഡ് ആസ് എ റിസൾട്ട് സൈക്കോളജി വാസ് എമർജസ് ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. അങ്ങനെയാണ് സയൻസ് ഓഫ് ബിഹേവിയർ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ദ ഫസ്റ്റ് ഡെഫിനേഷൻ ഓഫ് സൈക്കോളജി ഇൻ ടേംസ് ഓഫ് ബിഹേവിയർ വാസ് ഗിവൺ ബൈ പിൽസ്ബറി. അപ്പൊ ആദ്യമായിട്ടൊരു ബിഹേവിയറുമായി ബന്ധപ്പെട്ട്, സൈക്കോളജി ഒരു ബിഹേവിയർ ആണ് അല്ലെ, സൈക്കോളജി എന്ന് പറയുന്നതാണ് സയൻസ് ഓഫ് ബിഹേവിയർ, സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണെന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് പിൽസ്ബറി ആണ്. ഹു ഡിഫൈൻ സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അദ്ദേഹം ആണ് സൈക്കോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയർ ആണ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് പറയുന്നത്. പിന്നീടാണ് വാട്സൺ ഡിഫൈൻ ചെയ്തത് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നു. ദെൻ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഹ്യൂമൻ ആസ് വെൽ ആസ് ആനിമൽ ബിഹേവിയർ. ഹ്യൂമൻസിന്റെയും അതുപോലെ തന്നെ ആനിമൽസിന്റെയും ബിഹേവിയർ ആണെന്ന് പറയുന്നു. ഇനി അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ദ എബോവ് അക്കൗണ്ട്സ് ഓഫ് ദ ഡെഫിനിഷൻ, ഈ 4 ഫേസുകൾ ഇതിൽ പറയുന്നുണ്ടെങ്കിലും സബ്ജക്ട് റിഗാർഡിംഗ് the subject psychology clearly reveals that the meaning and concept of the subject has frequently changed into its shape based on its dependence upon the philosophical or scientific thinking. അപ്പൊ ഇതിൽ പറയുന്ന വെച്ചാൽ ആദ്യം സോൾ എന്ന് പറഞ്ഞു, പിന്നെ മൈൻഡ് പറഞ്ഞു, പിന്നെ കോൺഷ്യസ്നെസ് പറഞ്ഞു, പിന്നെ എന്താണ് ബിഹേവിയർ പറഞ്ഞു. ഇതിനെയൊക്കെ വെച്ചുകൊണ്ടിട്ട് വുഡ്വർത്ത് പറഞ്ഞതാണ് ഇതിന്റെയൊക്കെ സമ്മായിട്ട് ഒരു ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. ദ സം ഓഫ് പിൻ വേർഡ്സ് ഓഫ് വുഡ്വർത്ത് ഫസ്റ്റ് സൈക്കോളജി ലോസ്റ്റ് ഇറ്റ്സ് സോൾ, അല്ലെ, ആദ്യം അതിന് ആത്മാവ് നഷ്ടമായി. ദെൻ ഇറ്റ്സ് മൈൻഡ്, ദെൻ ഇറ്റ്സ് ലോസ്റ്റ് ഇറ്റ്സ് കോൺഷ്യസ്നസ് ആൻഡ് ഇറ്റ് സ്റ്റിൽ ഹാസ് ബിഹേവിയർ ഓഫ് എ സോർട്ട്. സൈക്കോളജിക്ക് ആദ്യം എന്താണ്, ആത്മാവ് നഷ്ടമായി, മൈൻഡ് നഷ്ടമായി, ദെൻ അത് കഴിഞ്ഞ് എന്താണ്, കോൺഷ്യസ്നെസ് നഷ്ടമായി. ഇപ്പൊ അതിനെന്താണ്, ഒരു പെരുമാറ്റം, ബിഹേവിയർ മാത്രമാണ് അതിന് അവശേഷിക്കുന്നതെന്നാണ് വുഡ്വർത്ത് പറയുന്നത്. ഇത്രയുമാണ് സൈക്കോളജി എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷന്റെ ഇവല്യൂഷൻ, അല്ലെ, എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഡെഫിനിഷൻ ഇവോൾവ് ചെയ്തു എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു എന്താണ് സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.